അച്ചാച്ചി ഞങ്ങളൊന്ന് പെരവാസ്തലിക്ക് പോയിട്ട് വരാവേ. നമ്മുടെ പ്രസാദി ആയിരുന്നില്ലേ, പ്രസാദി എന്റെ വീട്ടിൽ പെരവാസ്തലിക്ക് പോവാണ്. അപ്പൊ അച്ചാച്ചി ടിവിയും കണ്ട് വീട് ഇരിക്കണേ, വേറെ പുറത്തോട്ടൊന്നും ഇറങ്ങി പോകരുത്, കഥ കടക്കരുത്. ഇല്ല ഇല്ല മക്കളെ, ഇല്ല. വെള്ളമൊക്കെ എടുത്ത് കുടിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. മക്കള് പോയിട്ട് വാ. പോയിട്ട് വരാം. അച്ചാച്ചി ഒന്ന് എഴുന്നേക്ക് അച്ചാച്ചി. ഒന്ന് നമ്മുടെ വെൽഡിങ്ങിന് പോകുന്ന സൈച്ചേട്ടനെ ഒന്ന് വിളിച്ചേ, പെട്ടെന്നൊന്ന് വിളിക്കു വെച്ചേ. എന്റെ നമ്പർ ഉണ്ട്, ഞാനിപ്പോ വിളിക്കാം. ഹലോ ഹലോ സജിയേട്ടൻ എവിടെയാണ്? ഞാൻ വീട്ടില് വർക്കിലാണ്. ഇങ്ങോട്ട് വരാമോ? ഇവിടെ അച്ചാച്ചി ആണെങ്കിൽ റൂമിന്റെ അകത്ത് കുടുങ്ങി പോയി, ഒന്ന് വരാമോ വേന്ന്? അതെ എത്തി. അത്യാവശ്യമാണ്, പെട്ടെന്ന് വാ. അച്ചാച്ചി ആളെന്തേ തുറന്ന് ഡോർ ലോക്ക് ചെയ്തെന്ന് പറഞ്ഞതല്ലേ ചേച്ചി? വെള്ളം എടുക്കണം. ചേട്ടാ, ഇങ്ങനെയുള്ള ഒറ്റക്കുള്ള സന്ദർഭത്തിലൊക്കെ ഡോർ അകത്തുനിന്ന് പൂട്ടാ മതി ചേട്ടാ. പിള്ളേര് പറഞ്ഞിട്ട് പോയതല്ലേ. ഇനി അങ്ങനെ ഡോർ പൂട്ടരുത് കേട്ടോ ചേട്ടാ. നമ്മുടെ വീട്ടിലെ മുതിർന്നവര് മക്കളും കൊച്ചുമക്കളും ഒക്കെ പറയുന്ന ഓരോ കാര്യങ്ങളും അനുസരിക്കാത്തതിന്റെ ഫലമാണ് നമ്മളിപ്പോൾ കണ്ടത്. അച്ഛനെ കുറ്റപ്പെടുത്തുമല്ല, പ്രായത്തിൻ്റെതായ അങ്ങനെ സംഭവിച്ചു പോകാം. ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നോക്കട്ടെ. ഇത് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ. അതെ.